പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന് തൻ്റെ സഭയോടുള്ള സ്നേഹം അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തതാണ് അല്ലെ. നമ്മൾ യേശുവിനെ മിക്കവാറും തന്നെ നമ്മളെന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ സഭ അല്ലെ, കുറച്ചെങ്കിലും ആൾക്കാർ യേശുവിന് വെറും ഒരു ATM വിഷയം പോലെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് പണം കിട്ടുന്നതിന് വേണ്ടി, ആവശ്യത്തിന് ബ്ലെസ്സിങ് കിട്ടുന്നതിന് വേണ്ടി അല്ലെ, എന്തെങ്കിലും ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നവർ, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ സഭയിൽ. പക്ഷെ ഇത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിതത്തെ പറ്റി അല്ല ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് അല്ലെ. യേശു ബ്രൈഡ് ഗ്രൂമാണ് അല്ലെ, മണവാളനാണ്. നമ്മൾ സഭ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ബ്രൈഡാണ് അല്ലെ, മണവാട്ടിയാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ എല്ലാവരും വിവാഹം കഴിച്ചിരിക്കുന്നവരാണ് അല്ലെ. നമ്മുടെ ഹസ്ബൻഡ് അല്ലെ, നമ്മുടെ പുരുഷന്മാരാകുമ്പോൾ അവരുടെ വൈഫ് അവര് എപ്പോഴും സ്നേഹിക്കണം അല്ലെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബന്ധത്തെ പറ്റിയാണ് ദൈവം യേശു ക്രിസ്തു നമ്മളെ പറ്റിയും ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു മാരീഡ് ആയിട്ടുള്ള കപ്പിളിന്റെ ഒരു അവർ തമ്മിലുള്ള ഇന്റിമസി, അവർ തമ്മിലുള്ള സ്നേഹം, അതാണ് യേശു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതാണോ നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, യേശുവിനെ ഫോളോ ചെയ്യുന്നു പറയുന്ന കുറച്ചെങ്കിലും ആൾക്കാർ അതാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മസ്റ്റ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങയുടെ സത്യം വെളിപ്പെടുത്തി തരാൻ നന്ദി പറയുന്നു. അങ്ങ് സത്യത്തിന്റെ ആത്മാവാണ്, ഞങ്ങൾ എല്ലാ സത്യത്തിലേക്കും കൊണ്ടുപോകുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, യേശുവുമായിട്ട് സ്നേഹബന്ധത്തിലാക്കുന്നു ഞങ്ങൾ. താങ്ക് യു ജീസസ് മസ്റ്റ് ഗോഡ്. യേശുവെ, അങ്ങയുടെ രക്തത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ രക്തത്തിന്റെ കോട്ടയിൽ ഞങ്ങൾ നിർത്തിയതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജീവിതമുള്ളതിനായിട്ട് നന്ദി പറയുന്നു. പിതാവെ, അങ്ങേക്കായിട്ടും അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയെ സ്നേഹിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് എഫേസ്യ ലേഖനത്തിലേക്ക് പോകാം. പോളിന്റെ ലേഖനം പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് എഴുതിയതാണ്. 5-ാമത്തെ ചാപ്റ്ററിന്റെ 21 തൊട്ട് 32 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ എന്നാലും പെട്ടെന്നൊന്ന് വായിക്കും. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് 5-ന്റെ 21 തൊട്ട് 32 വരെ എഫേസ്യ ലേഖനത്തിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടുകൂടി മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെന്ന പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ തന്നെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടും പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണിത് അല്ലെ. പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, ചിലർക്ക് ബൈഹാർട്ടായിട്ടുള്ളതാണ് അല്ലെ. ഇങ്ങനെ പാസ്റ്റർമാരൊക്കെ കുടുംബത്തില് കുടുംബക്കാർക്ക് ഫാമിലീസിനൊക്കെ ഉപദേശമൊക്കെ തരുമ്പോൾ ഉള്ള കാര്യങ്ങളാണിത് അല്ലെ. പക്ഷെ ഇവിടെ എനിക്കിന്ന് പറയാനുള്ളത് ഹസ്ബൻഡിനും വൈഫിനും കൊടുക്കുന്ന ഉപദേശത്തെ പറ്റിയല്ല. ഹസ്ബൻഡ് വൈഫിനെ സ്നേഹിക്കുമെന്നും ഭാര്യ ഹസ്ബൻഡിന് കീഴടങ്ങിയിരിക്കണം, ആ ഒരു കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം ചെയ്യാത്തൊരു കാര്യത്തെ പറ്റി പോലും ദൈവം ഒരിക്കൽ പോലും നമ്മളോട് ചെയ്യണമെന്ന് പറയത്തില്ല അല്ലെ. അപ്പൊ ഇവിടെ ഒന്ന് വിചാരിച്ചു നോക്കിയേ. 26-ാമത്തെ വാക്ക് തൊട്ട് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം യേശു
പുരുഷന്മാരോട് പറഞ്ഞ് നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ, ഞാൻ സഭയെ സ്നേഹിക്കുന്ന പോലെ. സഭയെന്ന് പറയുമ്പോ നമ്മളെല്ലാവരും കൂടുന്നതല്ലേ, ഒരു ബോഡിയാണല്ലോ. അപ്പൊ പറയുവാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നമ്മളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ സ്നേഹിക്കുമ്പോ ദൈവം എന്താണ് ചെയ്യുന്നുള്ളതിനെ പറ്റി, അല്ലെ, ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആവുക നമ്മൾ ചെയ്യുന്നത്. ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അതിന്റെ ഒരു റെപ്രസെന്റേഷനാണ് നമ്മൾ കാണിക്കുന്നത്, ലോകത്തിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സഭയെ സ്നേഹിക്കുന്ന പോലെ നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വിചാരിച്ചു നോക്ക്, യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പലർക്കെങ്കിലും യേശുവിന്റെ സ്നേഹത്തിന്റെ ഡെപ്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെ. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം പിതാവും മകളും എന്നുള്ള സ്നേഹത്തെ പറ്റി അല്ലെ നമുക്കറിയാം. പക്ഷെ ഇവിടെ പറയുവാണ്, ദൈവം തന്റെ പുത്രനെ പറ്റി പറയാം, തന്റെ പുത്രൻ മാരി ചെയ്തിരിക്കുകയാണ് സഭയെന്ന് പറഞ്ഞിരിക്കുക. എന്റെ പുത്രൻ സഭയെ കല്യാണം കഴിച്ചിരിക്കുകയെന്ന് പറയും. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഹസ്ബൻഡിനോട് പറയാം, ഞാന് എന്താ പറയാ, പുരുഷന്മാരുടെ ദൈവം യേശുക്രിസ്തു പറയാം, ഞാൻ സഭയെ സ്നേഹിക്കുന്നത് പോലെ നീ സ്നേഹിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മാരീഡ് ആയിട്ടുള്ള ഹസ്ബൻഡിനോട് പറയുക, നീ നിന്റെ ഭാര്യയെ ഞാൻ സഭയെ സ്നേഹിക്കണം എന്ന് പറയുമ്പോ ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്, ഞാൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്, അല്ലെ. അങ്ങനെ ഒരു ഡീപ്പായിട്ട് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ. ഇവിടെ 31-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, പുരുഷൻ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയോട് പറ്റിച്ചേർന്ന് ഒന്നായി തീരണം എന്നത്. പിന്നെ അവർ ഒന്നാണ്. അപ്പൊ യേശു ഇങ്ങനെ പറഞ്ഞിരിക്കും, നീ നിന്റെ ഭാര്യയുമായിട്ട് ഒന്നായി തീരണം, നിങ്ങൾ ഇനി ഒന്നാണ് എന്ന് പറയുമ്പോ അതാണ് ദൈവം കാണിക്കുന്നത്, എന്റെ മകനും അവന്റെ സഭയും ഒന്നാണെന്ന് കാണിക്കുന്നത്. അപ്പൊ അവിടെ ഒരു മാരിറ്റൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തെ പറ്റി, ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്നേഹത്തെ പറ്റിയാ പറയുന്നു, അല്ലെ. തന്റെ ഭാര്യ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹത്തെ പറ്റിയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിന് നമ്മളോടുള്ള ബന്ധം, അല്ലെ. തന്റേത് എന്നുള്ളതാണ് യേശുക്രിസ്തു നമ്മളെ പറ്റി സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിച്ചോണം. 26-ാമത്തെ വാക്കിൽ ഇവിടെ ഇങ്ങനെ 26, 27 പറഞ്ഞിരിക്കും, ഒരു കറയും ചുളുക്കവും ഒന്നും ഇല്ലാതെ, ഒരു ബ്ലെമിഷ് ഇല്ലാതെ, സ്പോട്ട് ഇല്ലാതെ, തനിക്ക് തന്നെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ നമ്മളെ വാഷ് ചെയ്തുകൊണ്ടിരിക്കും, സ്വന്തം വാക്കുകൾ കൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ, യേശുവിന്റെ മനുഷ്യരോടുള്ള എന്താ പറയുക, തന്റെ സഭയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവളെ പ്രസന്റ് ചെയ്യണം. എന്റെ ബ്രൈഡിനെ, എന്റെ മണവാട്ടിനെ എനിക്ക് തന്നെ ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. അതിനുവേണ്ടി എന്താ പറയുക, ഞാൻ വാഷ് ചെയ്യുന്നു, അവളെ സ്പോട്ട്ലെസ് ആക്കുന്നു, അവൾക്ക് സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അല്ലെ. എനിക്ക് അവൾ ദ ബെസ്റ്റ് ആയിരിക്കും, ഞാൻ എനിക്ക് തന്നെ പ്രസന്റ് ചെയ്യണം. അതാണ് അവന്റെ സ്നേഹം, ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം, അല്ലെ. ഒന്ന് വിചാരിച്ചു വെക്കുക, ആ സ്നേഹം, അങ്ങനെ സ്നേഹിക്കുന്ന കർത്താവിന്റെ മുമ്പിലാണ് നമ്മള് പല ആൾക്കാരും ഇങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാകുമ്പോ എത്രമാത്രം പ്യുവറായിട്ട് നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കണം, അല്ലെ. ഒരു ഭർത്താവ് വേറൊരു സ്ത്രീയെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ, ഒരു ഭാര്യ വേറൊരു പുരുഷനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ, അല്ലെ, അല്ലെങ്കിൽ പുരുഷനെ സ്ത്രീ അന്വേഷിച്ച് പോകുന്നതിന് കാര്യം നിൽക്കട്ടെ, വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് നമ്മുടെ കുടുംബജീവിതത്തിന് പ്രാധാന്യമുണ്ട് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെ, ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ഏതെങ്കിലും വേറൊരു കാര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, അതില് നമ്മളുടെ കുടുംബജീവിതത്തിൽ ആ ബന്ധത്തിന് അതിന് വിള്ളൽ അവിടെ ഉണ്ടായിരിക്കും, അല്ലെ. നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകും, അല്ലെ. അപ്പൊ അതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. യേശു തന്റെ ചങ്ക് കൊടുത്തിട്ടാ സഭയെ സ്നേഹിക്കുന്നത്, അല്ലെ. യേശു തന്റെ രക്തം കൊടുത്തിട്ടാണ് സഭയെ വീണ്ടെടുത്തിരിക്കുന്നത്. അതേ സഭയിലെ പലരും, അല്ലെ, നമ്മളെല്ലാവരും കൂടുന്ന സഭയെങ്കിൽ നമ്മൾ പലരും യേശുവിനെ കാണുന്ന വെറും ഒരു ATM വിഷയം പോലെയും, അല്ലെ, വെറുതെ കുറച്ച് എന്താ പറയാ, ബ്ലെസ്സിങ് കിട്ടുന്നതിന് വേണ്ടിയും ഉള്ള ഒരു ഉപകരണമാക്കി മാത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് വിചാരിച്ചു നോക്കിയോ, ഒരു ഹസ്ബൻഡ് തന്റെ സ്നേഹത്തെ എന്താ പറയുക പ്രകടിപ്പിക്കുമ്പോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോ, അല്ലെ, അപ്പൊ ഹസ്ബൻഡിനോട് വൈഫ് ഇങ്ങനെ പറയുന്ന, ഹസ്ബൻഡ് തന്റെ മനസ്സ് തുറക്കുമെന്ന് വിചാരിച്ചു, അല്ലെ. എന്റെ ഭാര്യ, എനിക്ക് നിന്നോട് വളരെയധികം ഇഷ്ടമാണ്, അല്ലെ, എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യ തന്റെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൊണ്ടിരിക്കുമ്പോ ഭാര്യ ഇങ്ങനെ പറയുവാണെങ്കിൽ, മനുഷ്യ, എനിക്ക് നിങ്ങളുടെ പേഴ്സ് മാത്രം മതി, എനിക്ക് കുറച്ച് സാരി മേടിക്കണം, എനിക്കൊരു കാറ് വാങ്ങിക്കണം, എനിക്ക് നല്ലൊരു വീട് വേണം, വേറൊരു നല്ലൊരു വീട് വേണം എന്നൊക്കെ, അതാണ് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രതികരണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ഒന്നൊന്ന് വിചാരിച്ചു നോക്കുക.
അല്ലെ? അപ്പോ അതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും ചെയ്യുന്ന സഭയിൽ പലരും ചെയ്യുന്ന ആൾക്കാർ അത് പലരും ചെയ്യുന്ന കാര്യം ഇത് അല്ലെ? അവർക്ക് വേണ്ടതിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ആൾക്കാര്. അല്ലെ? നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് അല്ലെ? യേശുവിനെ യേശുവായിട്ട് സ്നേഹിക്കാൻ എത്ര പേർക്ക് നമുക്ക് സാധിക്കാറുണ്ട്? എത്ര പേര് അതിന് താല്പര്യപ്പെടുന്നുണ്ട് അല്ലെ? പലരും യേശുവിന്റെ എക്സ്പെൻസിൽ അല്ലെ? യേശുവിന്റെ പേര് മുതലെടുത്തുകൊണ്ട് ഫേമസ് ആകാൻ വേണ്ടി നടക്കുന്ന പല ആൾക്കാരുമുണ്ട് അല്ലെ? യേശുവിനെ എന്തുവാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ? പല ചർച്ചിലും യേശു ഇല്ല. ബാക്കി സകല കാര്യങ്ങളും പെർഫോമൻസ് ബേസിലായിട്ട് പോകുന്ന പല ചർച്ചുകളും ഉണ്ട് അല്ലെ? യേശു തന്റെ സ്നേഹം അല്ലെ? സ്നേഹം എത്രമാത്രം പ്രകടിപ്പിച്ചാലും എത്രമാത്രം പ്രകടിപ്പിക്കാൻ എന്താ പറയാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒരുപാട് അകലത്തിലാണ് പല ചർച്ചകളും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നമുക്കറിയാം ഇസ്രായേലിനെ പറ്റി ദൈവം പറഞ്ഞത് ഞാൻ ഇസ്രായേലിന്റെ ഹസ്ബൻഡാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അവിടെയും ദൈവം കാണിക്കുന്നത് അത് തന്നെയാണ്. ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയ ദൈവം കാണിക്കുന്നത് അല്ലെ? ഒരിക്കൽ പോലും അത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരാളും മരിക്കുന്നത് വരെ അല്ലെ? 4 കണ്ണിൽ 2 കണ്ണ് എന്താ പറയാ അടയുന്നത് വരെ ഈ റിലേഷൻഷിപ്പ് നിന്ന് പോണം എന്ന് ദൈവം എന്താ പറയാ നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്ന ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ ആർക്കും തന്നെ അത് വേർതിരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നത് ദൈവം എന്താ അവിടെ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാല് അതാണ് ദൈവവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ പറ്റി തന്നെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ആ ഒരു ബന്ധത്തെ പറ്റിയാണ് ദൈവം കാണിക്കുന്നത് അല്ലെ? ഒന്നും തന്നെ ഇവരെ എന്നിൽ നിന്ന് എന്റെ മക്കളെ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്റെ സഭയെ എന്താ പറയുക വിടുവിക്കാൻ സാധിക്കത്തില്ല. എന്റെ സഭയെ എന്താ പറയാ മുറിച്ചു മാറ്റാൻ സാധിക്കത്തില്ല അല്ലെ? ആ ഒരു തീരുമാനമാണ് ദൈവം അതുവഴിയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അത്രയ്ക്ക് ഇന്റൻസ് ആണ് അവന്റെ സ്നേഹം. അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹമാണ് യേശുവിന് നമ്മളോട് ഉള്ളത് എന്ന് ചുരുക്കം അല്ലെ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലെ? നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മള് ഹോസേക്കകത്ത് പോകുമ്പം ഇസ്രായേലിനെ പറ്റിയാ ദൈവം പറയുന്നെങ്കിൽ പോലും പക്ഷെ അത് സഭയെ പറ്റിയാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്രായേല് നമുക്കറിയാം ഓരോ യാഗങ്ങൾ കഴിക്കണമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞപ്പം അല്ലെ? ഓരോ കാര്യങ്ങളും ഇസ്രായേലിനോട് പറഞ്ഞോണ്ട് ഇപ്പൊ ടാബർനാക്കിളിനെ പറ്റി പറഞ്ഞപ്പോ യാഗങ്ങളെ പറ്റി പറഞ്ഞപ്പോ അല്ലെ? കൽപ്പന കൊടുത്തതിനെ പറ്റി എല്ലാം കാണിക്കുന്ന യേശുവിന്റെ വരവിനെ പറ്റിയും യേശു ഇനി വന്നതിന് ശേഷം അല്ലെ? യേശുവിന്റെ ആദ്യത്തെ വരവിനെ പറ്റിയും രണ്ടാമത്തെ വരവിനെ പറ്റിയും എല്ലാം കാണിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ ക്രൂസിഫിക്ഷനെ പറ്റി എല്ലാം കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോ നമുക്കറിയാം ഹോസേക്കകത്തോട്ട് പോകുമ്പം ഗോമറിനെ കല്യാണം കഴിക്കാൻ ദൈവം ഹോസയോട് പറയുന്നു. ഗോമർ നമുക്കറിയാം എന്താ പറയുക ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ? അപ്പൊ അവര് പലരുടെയും പുറകെ പോയിട്ടും പിന്നെയും ദൈവം എന്താ പറയാ ഹോസയോട് പറയുക നീ അവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെ? അവർക്ക് പിന്നെ അവരെ വീണ്ടെടുക്കണം. കുറെ മണി കൊടുത്തിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ വീണ്ടെടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ദൈവം അങ്ങനത്തെ ഒരു കാര്യം ഹോസേനെ ഏൽപ്പിച്ചതെന്ന് അല്ലെ? അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നും. ദൈവം എന്തിനാണ് അങ്ങനെ അല്ലെ? അദ്ദേഹത്തെ കൊണ്ട് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിച്ചത്? പക്ഷെ വാസ്തവത്തിൽ അതാണ് ദൈവം കാണിക്കുന്നത്. ഇസ്രായേലിന്റെ പറ്റിയാണ് കാണിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞ ഇസ്രായേൽ വഴി നമ്മളോട് കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇതാണ് എന്റെ ചർച്ചിന്റെ ഒരു സിറ്റുവേഷൻ. പലതിന്റെയും പുറകെ പോകുന്നവർ അല്ലെ? ഗോമർ പല പുരുഷന്മാരുടെ പുറകെ പോയതുപോലെ എന്റെ ചർച്ച് പലതിന്റെയും പുറകെ പോകാൻ പോകുന്നു. അന്നത് ദൈവം കാണിച്ചത് പ്രോഫസി പോലെ ദൈവം പറയുക നമ്മളെ പറ്റിയും പറയുക പലതിന്റെയും പുറകെ പോകുന്നത് അല്ലെ? ഞാൻ അവളെ സ്നേഹിക്കുമ്പോ ഞാൻ എന്റെ ചർച്ചിനെ എന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്ത് എന്റെ രക്തം കൊണ്ട് അല്ലെ അവളെ കറകളഞ്ഞവളായിട്ട് എന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുമ്പോ എന്റെ രക്തം കൊണ്ട് അവളെ വീണ്ടെടുത്തപ്പോൾ പക്ഷെ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അവൾക്ക് ആവശ്യമുള്ളത് വെറുതെ ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. അതും ബ്ലെസ്സിങ് മേടിച്ചിട്ട് എന്റെ കൂടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. വേറെ വല്ലവരുടെ പുറകെ പോവുകയോ ചെയ്യുന്നത്. വേറെ പല കാര്യത്തിനും പുറകെ പോവുകയോ ചെയ്തത് അല്ലെ? സെൽഫിഷ് ആയിരിക്കുന്നു എന്റെ സഭ എന്നാ ദൈവം പറയുന്നത് ഇവിടെ അല്ലെ? ഗോമറിന്റെയും ഹോസേന്റെയും കഥ വഴി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്റെ സഭയെന്ന് പറഞ്ഞ സെൽഫിഷ് ആയിരിക്കുകയോ ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ്സിന് വേണ്ടി മാത്രം വരുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ഹൃദയം വേദനയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കാറുണ്ട്.
ഓരോ കാര്യം ദൈവം ഇവിടെ പറയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ഹൃദയം കാണിക്കുന്നത്. എബ്രഹാമിനോട് പറഞ്ഞു, ഐസക്കിനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ കാണിക്കുക താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ദൈവം പറഞ്ഞത്, അല്ലെ, തന്റെ പുത്രനെ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ദൈവം പറഞ്ഞു. അതുപോലെയാണ് ഓരോ കാര്യം പറയുമ്പോൾ, ഹസ്ബൻഡിനോട് പറയുമ്പോൾ, അല്ലെ, നിന്റെ വൈഫിനെ സ്നേഹിക്ക് എന്ന് പറയുമ്പോൾ, ഞാൻ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹിക്കാൻ പറയുമ്പോൾ അത് ദൈവത്തിന്റെ സഭയോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞു. വൈഫിനോട് പറയും, നീ നിന്റെ ഹസ്ബൻഡിന് സബ്മിസീവ് ആയിരിക്കാൻ പറയുമ്പോൾ, നീ കീഴ്പ്പെട്ടിരിക്കാൻ പറയുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം അതാണ് സഭയോട് പറ്റി ഉദ്ദേശിക്കുന്നതല്ല. സഭ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്നേഹം, ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കും, ഒബേ ചെയ്യോ തന്നെ ചെയ്യും. അപ്പൊ അതാണ് ദൈവത്തെ, ഒബീഡിയൻസ് ആണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതി, അല്ലെ. അപ്പോ നമ്മള് ദൈവത്തിന്റെ എന്താ പറയാ, ദൈവത്തിന്റെ ഒബീഡിയൻസോട് കൂടെ എന്താ പറയാ, ഒബീഡിയൻസോട് കൂടി നമ്മൾ അനുസരണയുള്ളവരായിട്ട് ദൈവത്തിന്റെ ഒപ്പം നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള പ്രയോജനം, അല്ലെ. മനസ്സിലാക്കുക, അവന്റെ സ്നേഹം വളരെ ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കുക, അല്ലെ. ഒരു ഭർത്താവ് ഒരിക്കൽ പോലും ഭാര്യയ്ക്ക് ദ്രോഹം, നല്ല ഭർത്താക്കന്മാരെ പറ്റി പറയുന്നത്, ഒരു നല്ലൊരു ഭർത്താവ് ഒരിക്കൽ പോലും ഭാര്യയ്ക്ക് ദ്രോഹമായിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല, അല്ലെ. എന്നും അവളെ പോറ്റുകയും എന്താ പറയാ, ടേക്ക് കെയർ ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് യേശുക്രിസ്തു. നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു കാര്യം ഇന്നേ വരെ ചെയ്യത്തില്ല, ഇങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ ബാക്കി ഇത് യേശു എന്താ പറയുന്നത്, അവളെ പൊന്നുപോലെ നോക്കുക ചെയ്യുന്നത്. യേശു എന്താ ചെയ്യുന്നത്, പൊന്നുപോലെ നോക്കും, സഭയെ പൊന്നുപോലെ നോക്കുന്നു, അല്ലെ. അവന്റെ ചങ്കിലെ സ്നേഹം നമ്മൾ കാണാതിരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പലരും യേശുവിനെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. അപ്പൊ അങ്ങനെ ആകാതിരിക്കട്ടെ നമ്മൾ, അല്ലെ. അവന്റെ വരവ് അടുത്ത് വരുമ്പോ തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളെല്ലാം അവന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, അല്ലെ. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പോകാതിരിക്കട്ടെ നമ്മൾ, അല്ലെ. നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മൾക്ക് യേശുവിനോടുള്ള ബന്ധമെന്ന് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന് നമ്മൾ വില കൊടുക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അല്ലെ. അതിൽ വെറുതെ ചവറ് പോലും എണ്ണുന്ന വ്യക്തികളാകാതിരിക്കട്ടെ നമ്മൾ, അല്ലെ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പോകുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. നമ്മള് പാസ്റ്റർമാരും പ്രീച്ചർമാരും ആകുന്നത് നമ്മുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സ്വഭാവത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. അവന്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. നന്ദി പിതാവ്, വർഷിപ്പ് യു ഹോളി നെയിം, വർഷിപ്പ് യേശുവേ. നന്ദി പിതാവ് കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു കർത്താവേ. ഓ ലോർഡ് ജീസസ് മസ്റ്റ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചത് നന്ദി പറയുന്നു കർത്താവേ. എത്ര ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹമാണ് ഞങ്ങളോടുള്ളൂ കർത്താവ്. താങ്ക് യു ജീസസ് മസ്റ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ് യു ഹോളി നെയിം ആയിട്ട് ഫാദർ. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവ്. താങ്ക് യു ജീസസ് മസ്റ്റ്. അങ്ങനെ തിരിച്ച് സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മസ്റ്റ്. ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം ഏത് കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾ ഇതിലൊന്നും ഒരു അർഹതയുള്ള വ്യക്തികളല്ല കർത്താവ്. ഒന്നുമില്ല നന്മയായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് അങ്ങല്ലാതെ. താങ്ക് യു ജീസസ് മസ്റ്റ്. ജീവിതത്തിലാണ് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള ബന്ധം വളരെ ദൃഢമായിട്ടുള്ളതായിരിക്കട്ടെ കർത്താവ്. ഞങ്ങൾ വേറെ ഒന്നിനെയും തേടി പോകാതിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് കേട്ട് ഞാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.